യെസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രഹ്മോസ് ബാച്ചിൽ ഡെസിമൽസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, NMMS എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള സൈലത്തിൻ്റെ NMMSന് വേണ്ടിയുള്ള ഫ്രീ ബാച്ചാണ് ബ്രഹ്മോസ് ബാച്ച്. ബ്രഹ്മോസ് ബാച്ചിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് സൈലത്തിൻ്റെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ചോദ്യം നോക്കാം. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5.375 കിട്ടും. എത്ര? 5.375. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5.375. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ടടാ? പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ ഉണ്ട്. അവസാനത്തെ അക്കം 5 അല്ലേ? അവസാനത്തെ അക്കം ഏതാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. താഴത്തെ നമ്പർ 16 ആണെന്ന് അങ്ങ് വിചാരിക്കാം. ഓക്കെ, താഴത്തെ നമ്പർ 16 ആയിരിക്കും. അതായത് 8 1/8. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ബാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചതാണ്. 1/8ന്റെ ഡെസിമൽ ഫോം നമുക്കറിയാം 0.125. ഇനി നിങ്ങൾ 3/8 കാണുകയാണെങ്കിൽ വരും 0.375 അല്ലേ? ആണ്. അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.375 അവിടെ വന്നിട്ടുള്ളത്. അതായത് ഏതോ ഒരു നമ്പറിനെ 8 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. പക്ഷെ 8 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണോ? 8 2 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല. അപ്പോ 8 അല്ല. 2 ഡിജിറ്റ് നമ്പർ ആക്കണമെങ്കിൽ 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16 കിട്ടും. ശരിയല്ലേ? അപ്പം മുകളിലുള്ള നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. 5375നെ മക്കൾ എന്ത് ചെയ്യുക? 16 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5375 എന്താക്കുക? 16 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 6 5 30 0 3 6 7 42 3 45 4 6 3 18 4 22 22ന്റെ 2. ഓക്കെ, 22ന്റെ 2 സെറ്റാണേ. 6 5 30 2 32. ഇതിനോട് നമ്മൾ എന്ത് കൂട്ടും? 1 5 5 1 7 7 1 3 3 1 5 5 കൂട്ടിക്കഴിഞ്ഞാൽ 0 0 വീണ്ടും 0 6 5 3 8 86,000 എന്ന് നിങ്ങൾക്ക് കിട്ടി. ശരിയല്ലേ? 86,000. അപ്പോ ഇവിടെ നോക്ക്, ഇവിടെയുള്ള നമ്പർ ഏതാ? 5.375 അല്ലേ? 5.375. പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കമുണ്ട്. സോ 16നെ 5.375 കൊണ്ട് ഗുണിച്ചാൽ 3 പോയിന്റ്. ഇത് കഴിഞ്ഞിട്ട് 3 അക്കത്തിന് മുമ്പ് പോയിന്റ് ഉണ്ടാവും. 86.000. ഏതാ നമ്പർ? മുകളിൽ വരുന്ന നമ്പർ നമുക്ക് കിട്ടി. മുകളിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ആരാണ്? 86 ആണ്. 86/16 ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഈ കാണുന്ന നമ്പർ കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ നമ്പറുകളുടെ തുകയാണ്. സം ഓഫ് ദീസ് നമ്പേഴ്സ്, ഈ സംഖ്യകളുടെ തുക. അതായത് 86ഉം 16ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 102 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് കിട്ടും. സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് ആണോ? ഇപ്പോൾ 4.375 ആണ് തന്നതെന്ന് വിചാരിക്കും. 4.375 ആണ് തന്നതെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, ഇത് ഏതോ ഒരു നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, ഏതായിരിക്കും ആ നമ്പർ? കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4375നെ മക്കൾ എന്ത് ചെയ്യുക? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം. 6 5 നോക്കിക്കോ. 6 5 30 3 6 7 42 45 4 6 3 18 22 2. ഓക്കെ, 6 4 24 24 2 26.
സെറ്റ് അല്ലേ? ഇനി 1 5 5 7 3 യെസ് 4 0 ഇവിടെ വരും. 0 0 0 6 3 9 വീണ്ടും 0 ശരിയല്ലടാ. 2 4 6 3 7 ശരിയല്ലേ? അപ്പോൾ ഇവിടെ 4.375 ആണ്. അപ്പം എന്ത് ചെയ്യണം? 3 0 ക്യാൻസൽ ചെയ്യണം. ബാക്കി എന്താ ഉള്ളത്? നമ്മളുടെ നമ്പർ 70 ആണ്. എന്താണ്? 70/16 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 4.375. സെറ്റാണോ? സെറ്റാണോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ ആണല്ലോ? 70യും 16ഉം ആ നമ്പേഴ്സിന്റെ സം ചോദിച്ചാൽ 70ഉം 16ഉം കൂടെ കൂട്ടുക 86 എന്ന് നിങ്ങൾ ആൻസർ എഴുതുക. അങ്ങനെയാണെങ്കിൽ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇത് വേറൊരു മോഡലാണ്, വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാച്ചിലുള്ള ലൈവിൽ 1/3.2 എന്ന് പറയുന്നത് 0.3125 ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. 1/3.2 എന്ന് പറയുന്നത് എത്രയാണ്? 0.3125. നിങ്ങളോട് ചോദിക്കുകയാണ് 1/0.032. എന്താ ചെയ്തത്? 0.032. അപ്പൊ അവിടെ നോക്കിക്കോ, ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? നോക്കിക്കോ, ഈ 3.2 എന്ന് പറയുന്നതിൽ നിന്ന് എന്താ അവിടെ സംഭവിച്ചേ? 3.2 ഇവിടെയായിരുന്നു പോയിന്റ്, 2 പ്രാവശ്യം ബാക്കോട്ട് പോയി. ശരിയല്ലേ? 3.2 2 തവണ ബാക്കോട്ട് എന്ത് ചെയ്തു? പോയിന്റ് പോയി. അങ്ങനെ പോയിന്റ് 2 തവണ ബാക്കോട്ട് പോണെങ്കിൽ 1/3.2 എന്ത് ചെയ്യണം? 2 തവണയാണ് പോയിന്റ് പിന്നിലേക്ക് ചാടിയത്. ശരിയല്ലേ? 2 തവണ പോയിന്റ് ബാക്കിലേക്ക് പോകണമെങ്കിൽ /100 ചെയ്യണം. /100 ചെയ്യണം. തെറ്റാണോ? ഒരു നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3.2 ഇൻറ്റു ഇവിടെ /100 അല്ലേ, അത് മുകളിലേക്ക് പോകും, ഇൻറ്റു 100. ശരിയല്ലേ? ഇതിന്റെ ഡെസിമൽ ഫോം നിങ്ങൾക്ക് അറിയാം, 0.3125. അതിനെന്താക്കുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റിൽ എന്ത് സംഭവിക്കും? 2 പ്രാവശ്യം മുന്നോട്ട് ചാടും. 31.25. ആൻസർ 31.25 എന്ന് നിങ്ങൾക്ക് കിട്ടും. 31.25 ആൻസർ 31.25. ഓക്കെ, സെറ്റാണോ? 31.25. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ. ഇപ്പോ നോക്കിക്കേ, ഇപ്പൊ 3.2 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.2 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ പോയിന്റ് എങ്ങോട്ടാ പോവാ? പോയിന്റ് 2 പ്രാവശ്യം ബാക്കോട്ട് പോകും. ദാറ്റ് ഈസ് 0.032. ഓക്കെ, അപ്പൊ സാറേ 3.2 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാലോ എന്ത് സംഭവിക്കും? പോയിന്റ് 3 പ്രാവശ്യം ബാക്കോട്ട് പോകും. 0032. നോക്ക്, പോയിന്റ് എവിടെയായിരുന്നുള്ളത്? പോയിന്റ് ഇവിടെയുള്ള പോയിന്റ് 2 പ്രാവശ്യം അല്ല 3 പ്രാവശ്യം ബാക്കോട്ട് പോകും ഡിവൈഡ് ബൈ 1000 ആണെങ്കിൽ. ഇതേ സമയം ഇൻറ്റു ആണെങ്കിലോ മക്കളെ 0.00567 ഇൻറ്റു 1000 ചെയ്യുകയാണെങ്കിൽ പോയിന്റ് 3 പ്രാവശ്യം ഫ്രണ്ടിലേക്ക് വരും. ഇവിടുന്ന് 3 പ്രാവശ്യം ഫ്രണ്ടിലേക്ക്, അത് 5.67. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. 0.0078321 ഇൻറ്റു 10,000 ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിന് എന്താ സംഭവിക്കുക? ഇൻറ്റു ചെയ്യുമ്പോൾ പോയിന്റ് ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ബ്രഹ്മോസ് ബാച്ചിൽ കാണാൻ സാധിക്കും. സെറ്റാണല്ലോ? അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബൈ ബൈ.